ഈ പലപ്പോഴും ഈ മാനസികമായിട്ടുള്ള പിന്തുണ വരികയും കേൾക്കാൻ ആരൊക്കെയോ വേണം എന്നുള്ള തോന്നലിൽ കൂടുതലും പറയാറുള്ളത് അവിടെയാണ്. പക്ഷെ പലപ്പോഴും പുരുഷന്റെ ഇത്തരം സാഹചര്യങ്ങളെ മനസ്സിലാക്കാതെ വരികയോ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ മനസ്സിലാക്കാതെ വരുന്ന സാഹചര്യങ്ങൾ കൂടുതലും കണ്ടിട്ടില്ല. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കൗൺസിലിംഗ് എന്ന വാക്ക് ഉപയോഗിക്കരുത്. കാര്യം കൗൺസിലിംഗ് എന്ന വാക്കിന് മലയാളി മനസ്സിലൊരു നെഗറ്റീവ് അർത്ഥമുണ്ട്. പകരം മെന്ററിംഗ് എന്നോ കോച്ചിങ് എന്നോ യൂസ് ചെയ്താൽ മതി. അതായത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഇവനെന്തോ രോഗമുള്ള ഒരു പോകുന്നൊരു സാധനമാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് മാരേജ് കൗൺസിലിംഗ് എന്നൊന്നും പറയണ്ട. മാരിറ്റൽ എഡ്യൂക്കേഷൻ, ലൈഫ് കോച്ചിങ്, ലൈഫ് സ്കിൽസ് കോച്ചിങ്, മെന്ററിംഗ്, എന്ത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഇപ്പൊ നമ്മളൊരു ഡോക്ടറെ ഒരു കൺസൾട്ട് ചെയ്യുന്നതിന് വലിയ പരാതി ഉണ്ടാവില്ല. എന്ത് തരം അസുഖമാണ് ഡയഗ്നോസ് ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അല്ലെങ്കിൽ ബാക്കി മെന്റൽ കാര്യത്തിൽ ചെയ്യുന്നതിന്. പക്ഷെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് പുറമെ ഏത് രാജ്യങ്ങളിലാണെങ്കിൽ പോലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് നമുക്ക് മെന്റൽ ഇഷ്യൂസ് ഒരു സ്റ്റിഗ്മയാണ്. നമുക്ക് മെന്റൽ ഇഷ്യൂസ് ഒരു സ്റ്റിഗ്മയാണ്. ആ സ്റ്റിഗ്മ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന പുരുഷനുമാണ്. അതെ. പക്ഷെ ഇവിടെ പലപ്പോഴും കാണുന്നത് നമ്മൾ അതിന് പോയി നമ്മുടെ എന്താണെന്നുള്ളത് സംസാരിക്കുന്നതിന് മുമ്പേ കാണാൻ പോകുന്നു പറഞ്ഞാൽ അവന് മാനസികമായിട്ട് പ്രശ്നമുണ്ട് രീതിയിലേക്ക് വരുത്തി തീർക്കാൻ. അതുകൊണ്ടാണ് കൗൺസിലിംഗ് എന്ന വാക്ക് നമുക്ക് വേണ്ട. ലൈഫ് കോച്ചിങ് എന്ന് വിളിക്കാം, ലൈഫ് മെന്ററിംഗ് എന്ന് വിളിക്കാം, ലീഗൽ മെന്ററിംഗ് എന്ന് വിളിക്കാം. ബേസിക്കലി കേൾക്കാൻ ഒരു ചെവിയും ഗൈഡ് ചെയ്യാൻ ഒരു ആളും. ഇതാണ് എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല.